ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തെല്ലാമാണ് എന്നാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം അവർക്ക് നിങ്ങളോട് തിരിച്ചുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ സയൻസും അതുപോലെ തന്നെ ആ ഒരു ഫയർ സയൻസും ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ആ ഒരു വെള്ളവും തീയും എന്ന് പറയുന്ന പോലെയുള്ള ഒരു കോംബോയാണ് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ഈ ഒരു സോഡിയക് സൈനിൽ വരുന്ന ആൾക്കാരുടെയാണ്. അതുപോലെ തന്നെ ഫയർ സൈൻ എന്ന് പറയുമ്പോൾ ഏരീസ്, ലിയോ, സെജിറ്റേറിയസ് ഈ ഒരു സോഡിയക് സൈനിൽ വരുന്നവരുടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോംബോ കണ്ടതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോംബോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഈ ഒരു വാട്ടർ സൈനിലും ഒരാൾ ഒരു ഫയർ സൈനിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസനേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പക്ഷേ വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു അകൽച്ചയോ അല്ലെങ്കിൽ ഒരു പിണക്കമോ പോലും നിങ്ങളെ വല്ലാതെ ഒരു ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നുണ്ടാവാം. അത്രത്തോളം നിങ്ങൾ ആ ഒരു ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. ആ ഒരു ഇമോഷൻസിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കറേജായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നൊരു വ്യക്തിയാവാം. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആ ഒരു ഓപ്പോസിറ്റ് രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റീവ് നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റ് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ വളരെയധികം ഫയറി ആയിട്ടുള്ള നേച്ചറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. നിങ്ങൾ സ്റ്റിൽ ഇതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മളിവിടെ കറൻ്റ്ലി നിങ്ങളുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അറ്റ് എ ടൈം നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പരസ്പരം ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ ഓർമ്മയിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്, നിങ്ങളുടെ ഓർമ്മയിൽ അവരും. അപ്പോൾ പല സമയങ്ങളിലും നിങ്ങൾ അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും അവരിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അല്ല ഇനിയിപ്പോൾ പഠിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ മൈൻഡിലും പലപ്പോഴായിട്ട് നിങ്ങളുടെ ചിന്തകൾ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫൈവ് സോഡ്സിൻ്റെ കാർഡ് പോലെ തന്നെ പലപ്പോഴും അവർ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ വരുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൽ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നടന്നതുകൊണ്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് വല്ലാത്ത ഒരു മിസ്സിങ് ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. നമുക്കിവിടെ ആ ഒരു ഇമേജിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരാൾ വിൻ ചെയ്ത പോലെ നിൽക്കുന്നു, മറ്റേ ആൾക്ക് അത് വിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതിലാകെ ടെൻഷനായിട്ട് അയാൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആ ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് റെസിംബ്ലൻസ് ഉള്ള കപ്പിൾസിനെ കാണുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോഴോ അങ്ങനെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വരുമ്പോഴും ഈ ഒരു പേഴ്സൺ ഇവിടെ ഡിസ്റ്റർബ്ഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഷോൾഡറിൽ ഇരുന്നൊരു ക്രോ എന്തോ അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവരുടെ ആ ഒരു ഇന്നർ വോയിസ് തന്നെയാണ്. ഇപ്പോൾ അവർ പരാജയപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിനുള്ള കാരണങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ആ ഒരു വിഷമം അവർക്ക് വരുമ്പോഴൊക്കെ ഇതിനുള്ള ഒരു നല്ല നാളെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ തീർച്ചയായും അവസാനിക്കും എന്നുള്ളവരുടെ ആ ഒരു ഇന്നർ വോയിസിൻ്റെ സ്ട്രെങ്ത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഡൗൺ ആയി പോകുമ്പോൾ അവരുടെ മൈൻഡ് തന്നെ അവരെ അതിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മളിവിടെ കരുതാൻ. അപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവർ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളല്ല, ഇവർ കൂടുതൽ ഫയറി നേച്ചേഴ്സ് ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്കാണ് ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷണലായിട്ടുള്ള ഒരു നേച്ചറുള്ളത് നിങ്ങൾക്കാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ സെപ്പറേഷന് ശേഷം ഈ ഒരു പേഴ്സൺ ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ ആ ഒരു ഇന്നർ മൈൻഡിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് ടൈം തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു ശരി തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് തന്നെയാണത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സോളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ സോൾ അത്രത്തോളം സെർച്ചിങ് ആണ് ഈ ഒരു പേഴ്സൻ്റെ സോളിനായിട്ട്. അപ്പോൾ അത്രത്തോളം നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ സ്റ്റക്കാണ് പലപ്പോഴും. ഇവരെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റണ്ടാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ കാത്തിരിക്കുകയാണ്, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്തനിങ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അതിനൊരു ചേഞ്ച് വരാൻ, അല്ലെങ്കിൽ അതൊന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സെപ്പറേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. അപ്പോൾ അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ഈ ഒരു പേഴ്സണിന് വേണ്ടി ഉറ്റുനോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റും ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് ചുറ്റും ആരുമില്ല. അത്രത്തോളം നിങ്ങളിപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബെറ്റർ ഹാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡെക്കിൻ്റെ ലാസ്റ്റ് 3 കാർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് വന്നിരിക്കുന്നത് ആ ഒരു ക്യൂൻ ഓഫ് ഫയർ, അതുപോലെ തന്നെ മെസ്സഞ്ചർ ഓഫ് ഫയർ ആൻഡ് ഏസ് ഓഫ് എയർ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്കുള്ള ആ ഒരു പാഷൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ സെപ്പറേഷനുള്ള കാരണം എന്താണെന്നുള്ളതൊന്നും നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എങ്കിലും അവരിതിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു നടന്നു പോയിട്ടുള്ള വ്യക്തി, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നടന്നകന്ന വ്യക്തി ഇതിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡ് വഴി കിട്ടുന്ന സൂചന. അപ്പോൾ ഇവിടെ ആ ഒരു ക്ലാരിറ്റി അല്ല, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് എന്താണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആവാം, എന്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യണം. ആ ഒരു റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനായിട്ടുണ്ട് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞ് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സൈലൻ്റായിട്ട് മൂവ് ഓൺ ആയി പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അഗ്രസീവായിട്ട് പോയതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെയാണ് റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ളത്. പക്ഷേ അവർക്ക് അവരുടെ ഈഗോ പ്രോബ്ലമോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് ക്ലാരിറ്റി ഇതിനകത്ത് വരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയാതെയാണ് പോയിട്ടുള്ളതെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയിക്കുന്നതിനായിരിക്കാം അവരിപ്പോൾ താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സെക്കൻഡ് ഡെക്കിൽ ലാസ്റ്റ് 3 കാർഡ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയറി ആയിട്ടുള്ള നേച്ചറുള്ള പേഴ്സൺ, അല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന വ്യക്തി ഇമോഷണലി ഒന്ന് മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മൈൻഡിനും ഒരു ഒലച്ചിൽ തട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചറിവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു ബെറ്റർ ഹാഫ്, അല്ലെങ്കിൽ അതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് എന്നീയൊരു പേഴ്സൺ ഇവിടെ തിരിച്ചറിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ രണ്ടുപേരും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അവരുടെ ഒരു ഫയറി നേച്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഇമോഷനിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഹൃദയവേദന കാണുന്നതിനുള്ള ഒരു മൈൻഡിലേക്കും കൂടി എത്താൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ വിഷമിച്ചിരുന്നത് എന്തിനാണോ
അതുപോലെ തന്നെ ഇവരും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് നമുക്ക് ഒന്നും കൂടി ഒരു ഉറച്ച വിശ്വാസം തരുകയാണ്. ഈ ഒരു പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഫേസസ് ഉണ്ടാവാം. ആ ഒരു സെപ്പറേഷന് ശേഷം ചിലപ്പോൾ ചിലവർ വളരെയധികം ഡെഡായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷനും എടുക്കാതെ അവർ കംപ്ലീറ്റ്ലി റെസ്റ്റ് എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു പേഴ്സൻ്റെ ചിന്തകൾ വന്ന് തുടങ്ങുന്നത് പിന്നീടായിരിക്കാം, വർക്ക് ചെയ്യുന്നത് പിന്നീടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരുന്ന പോലെ അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഈ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒരു എനർജിയിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ലെവലിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. വളരെയധികം പ്രാക്ടിക്കലായിട്ടിരുന്ന, അല്ലെങ്കിൽ അതുപോലെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇമോഷൻസിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, മിസ്സിങ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാകെ അസഹിഷ്ണുമായിട്ടുള്ള ഒരു പെരുമാറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അപ്പോൾ അവരും നിങ്ങളുടെ എനർജിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇതിലേക്ക് വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു തോട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനുള്ള ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഡിവൈൻ, എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു ശക്തി നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അടുത്ത മൂമെൻറ്റിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണോ ആ ഒരു ശക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവേണ്ടതായിട്ടുണ്ട്, പല മാറ്റങ്ങളും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും അത് ചിലപ്പോൾ നമ്മളെ സ്ട്രെങ്തനാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസണിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പം എന്താണോ ആ ഒരു പർപ്പസ് അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അതിൽ ഒരു മോചനം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ അതിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കും. ഒരു ലൂപ്പ് പോലെ നമ്മൾ അതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളുടെ ആ ഒരു പർപ്പസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണോ ആ ഒരു ഡിവൈൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു മോക്ഷം ലഭിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിവൈൻ ടൈം എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നമുക്ക് യൂണിവേഴ്സ് തിരിച്ചു തരും. ഇപ്പോൾ നമ്മളുടെ വ്യക്തിയെക്കുറിച്ച് ഓർത്താണ് നമ്മൾ വിഷമിക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതും ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ മാറ്റിമറിച്ചതിന് പിന്നിലുമൊക്കെ ആ ഒരു യൂണിവേഴ്സ് തന്നെയാണ്. സോ നമ്മളിൽ നിന്ന് അകന്നു പോയ ഒരു വ്യക്തി തിരിച്ച് നമ്മളിലേക്ക് വരാനും ഒരു ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു പ്ലാനിങ് ഉണ്ടാവും. അത് നടക്കുമ്പോൾ ആ ഒരു യൂണിവേഴ്സ് തന്നെ നമുക്ക് തിരികെ കൊണ്ടുതരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡെസ്പായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നിരാശപ്പെട്ടു പോകുന്ന ചെയ്യേണ്ടുന്ന യാതൊരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അത്രത്തോളം ഇമോഷൻസിലേക്ക് പോകാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്കാണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് വന്നിരിക്കുന്നത്. ഏതൊക്കെയോ തരത്തിൽ അവരാണ് ഇമോഷണലി ഒന്ന് വിഷമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഓർക്കുമ്പോൾ ഒന്ന് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു നല്ല ലക്ഷണമാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വളരെയധികം എടുത്തു നിൽക്കുന്ന ഒരു സോഡിയക് സയൻസ്, അതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ നിങ്ങളുടെ എനർജിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ക്ലൂസ് എടുക്കേണ്ടുന്ന ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു റീഡിംഗ് ആണിത്. സോ നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്പ്രെഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആണിത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം. വളരെ പോസിറ്റീവായിട്ട് അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.